മരട് നഗരസഭയിലെ നെട്ടൂർ മരട് പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൃപ്പൂണിത്തുറ എം.എൽ.എ. ശ്രീ കെ ബാബുവിൻ്റെ ഓഫീസിലേക്ക് CPIM മരട് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് MLA ഓഫീസിന് 200 മീറ്റർ അകലെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ MC സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മരട് നഗരസഭ പാർലമെന്റ് പാർട്ടി ലീഡർ CR ഷാനവാസ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ CPIM തൃപ്പൂണിത്തുറ ഏരിയ കമ്മിറ്റി സെക്രട്ടറി P വാസുദേവൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AU ബിജു, കിരൺ രാജ്, മരട് ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, മരട് നഗരസഭ കൗൺസിലർമാരായ ശ്രീമതി ശാലിനി അനിൽരാജ്, ഷീജ സാൻകുമാർ, ജിജി പ്രേമൻ, ഉഷാ സഹദേവൻ, EP ബിന്ദു, AK അഫ്സൽ, CV സന്തോഷ്, KV സീമ തുടങ്ങിയ നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ MLA വഴിയിൽ തടയുന്ന സമരപരിപാടികൾ ആലോചിക്കേണ്ടി വരുമെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ MC സുരേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നിലനിന്ന് പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിച്ച കുടിവെള്ള ക്ഷാമത്തിൻ്റെ പ്രശ്നമാണ്. മരട് മുനിസിപ്പാലിറ്റി കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമായ സാഹചര്യമാണ് മുൻപുണ്ടായിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുനിസിപ്പൽ അതിർത്തിയിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളത്തിന് ഏറ്റവും രൂക്ഷമായ വിധത്തിൽ വലിയ ക്ഷാമം അനുഭവപ്പെടുന്നു. പല വീടുകളിലേക്കും വെള്ളം ലഭിച്ചിട്ട് മാസങ്ങൾ തന്നെയായിട്ടുണ്ട്. പല വീട്ടുകാരും കുടിവെള്ളത്തിന് വേണ്ടി സ്വകാര്യ കുടിവെള്ള വിതരണ ആളുകളെ സമീപിച്ച് വലിയ തോതിൽ പണം മുടക്കി വീട്ടിലേക്ക് വെള്ളം വലിപ്പിക്കുന്ന സ്ഥിതിയാണ്. MLA എന്നതിൽ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം. അത് ചെയ്യാത്ത പക്ഷം ഇനി ഞങ്ങളുടെ ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് എങ്കിൽ ഈ അങ്ങോട്ട് ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ MLAക്ക് നാട്ടിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രം ബന്ധപ്പെട്ട MLAകളെ പരിചയപ്പെട്ടുകൊണ്ട് ഈ സമയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിനന്ദനം. മരടിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ യാതൊരു നടപടിയും ഒരു മുൻകൈയും കെ ബാബു MLA എടുക്കുന്നില്ല എന്നതിൻ്റെ ഒന്നാന്തരം തെളിവാണ് ഈ സമരം പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ 2 യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ MLA തയ്യാറായത്. അതത്രയും നല്ലത് എന്നതാണ് CPIM കാണുന്ന കാര്യം. ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിജയവും അത് തന്നെയാണ്. നാളിതുവരെ ഇതിൽ ഒരു നടപടിയും ഒരധികാരികളോടും ആവശ്യപ്പെടാതെ പറന്നിറങ്ങി ഉദ്ഘാടനം നടത്തുന്ന പണിയല്ലാതെ ഒരു പണിയും ചെയ്യാതെ ഇത് മുഴുവൻ സർക്കാരിന്റെ തലക്കിരിക്കട്ടെ എന്ന് കണക്കാക്കുന്ന പണിയാണ് നാളിതുവരെ ചെയ്തു പോകുന്നത്. ഓരോ കാര്യങ്ങളിലും കൃത്യമായി നിവേദനങ്ങൾ കൊടുക്കുകയും പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ തുടർച്ചയിലാണിത്. അത് ബോധ്യപ്പെട്ട് പരിഹാരം ഉണ്ടാവണം. അതിനെ ഏത് യോഗം വിളിച്ചാലും വേണ്ടില്ല. വെള്ളം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ഉറപ്പുവരുത്തപ്പെടണം. അത് ഉറപ്പുവരുത്തപ്പെടുന്നില്ല. പിന്നെ ഏത് യോഗം വിളിച്ചിട്ടും കാര്യമില്ല. നല്ല മഴയുടെ അന്തരീക്ഷത്തിൽ പോലും ഇത്രയും അധികം ആളുകൾ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ മരടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടതാണ്.
മരട് നഗരസഭയിലെ ഏതാണ്ട് ഒട്ടുമിക്ക വാർഡുകളിലും കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വല്ലാതെ വലയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭാ കൗൺസിലിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരും അപ്പുറത്ത് നിൽക്കുന്ന UDF കൗൺസിലർമാരും ഉൾപ്പെടെ നിരന്തരം കൗൺസിൽ യോഗങ്ങളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം പലതവണയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാവരും മുട്ടുശാന്തി എന്ന നിലക്ക് ചെയർമാനും പരിവാരങ്ങളും കൂടി ജല അതോറിറ്റിയുടെ എറണാകുളത്തുള്ള ഓഫീസ് സന്ദർശിച്ച് അവരുമായി ചർച്ച നടത്തി വിഷയം പരിഹരിക്കാം എന്ന ഉറപ്പിൻ്റെ പുറത്താണ് പലപ്പോഴും പിരിയുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു, നമുക്ക് ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ആ ആവശ്യങ്ങൾ അപ്പോൾ തന്നെ പരിഹരിക്കുന്നതിന് ഞങ്ങൾ ഇവിടെ സംവിധാനം ഒരുക്കും. അതുകൊണ്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ നിലവിലുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അതൊന്ന് ഓപ്പൺ ചെയ്താൽ കാണാൻ കഴിയും 100-200 മെസ്സേജുകൾ വോയിസായും അല്ലാതെയും ഒക്കെ വന്നു കിടക്കുന്നത് കാണാൻ കഴിയും. ജലവിഭവ വകുപ്പ് മന്ത്രിയെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പോയി സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി പി രാജീവിനെ കൂടി ഇടപെടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ ചർച്ച നടത്തിയത്. ആ ചർച്ചയുടെ ഭാഗമായി പിറവത്തേക്ക് ഒരു പുതിയ പമ്പ് വാങ്ങിക്കുന്നതിന് 4 കോടി രൂപ അനുവദിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ആ പുതിയ പമ്പും വാങ്ങി അവിടെ സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടും ഈ മരട് നിവാസികൾക്ക് വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾ ഈ പ്രശ്നം വീണ്ടും ഉന്നയിച്ച് നിരവധിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഈ MLA ഈ മരടിൻ്റെ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ കാറിൽ ചീറിപ്പായുകയാണ്. ഒരു മാസത്തിലധികമായി മരട് നഗരസഭാ അതിർത്തിയിൽ കുടിവെള്ളം ലഭ്യമല്ല എന്നുള്ളൊരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലയിൽ നഗരസഭാ അതിർത്തിയിലെ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് CPIM നേതൃത്വം നൽകിയിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കെ ബാബു എന്ന MLA നഗരസഭാ പരിധിയിൽ യാതൊരു വിഷയത്തിലും താൻ ഇടപെടില്ല എന്ന ശഠിക്കുന്ന തരത്തിലേക്കുള്ളൊരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ നിലയിൽ MLA ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നതിന് വേണ്ടി CPIM തയ്യാറായിട്ടുള്ളത്. ഒരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചൊരു മാർച്ചല്ല ഇത്. പലതവണയായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ CPIM-ൻ്റെയും LDF-ൻ്റെ എല്ലാം തന്നെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ, ആ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ MLA എന്നുള്ള നിലയ്ക്ക് ഒരു കത്ത് പോലും നൽകുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയുടെ മുൻപിൽ തയ്യാറാകാത്തൊരു സാഹചര്യത്തിലാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നിലവിലെ MLA ഇത്തരം വിഷയങ്ങളിൽ കണ്ണു തുറക്കണം എന്ന പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നിലയ്ക്കുള്ളൊരു മാർച്ച് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുന്നെയാണ് പ്രതിഷേധ മാർച്ച് എന്നുള്ള നിലയ്ക്ക് CPIM ഈ സമരപരിപാടി പ്രഖ്യാപിച്ചത്. ഒരു ദിവസം വൈകുന്നേരം ആ CPIM-ൻ്റെ സമരപരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ പോസ്റ്റർ കണ്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം MLA-യുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ ഒരു യോഗം വിളിക്കണം. അങ്ങനെ ഒരു യോഗം ഈ അടുത്ത കാലത്തൊന്നും വിളിച്ചിട്ടില്ല. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കെ ബാബുവിൻ്റെ നേതൃത്വത്തിൽ നഗരസഭയിലോ തൃപ്പൂണിത്തുറയിലോ ഉദയംപേർ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ഒന്നും ആ നിലയിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ളൊരു യോഗം ഈ നാളിൽ ഇതുവരെ വിളിച്ചതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ CPIM ഈ നിലയിൽ ഒരു MLA ഓഫീസ് മാർച്ച് വയ്ക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ തൊട്ടടുത്ത ദിവസം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗത്തിന് തയ്യാറാകണം.